പൂരനഗരിയിൽ നിന്ന് പൂരത്തിന്റെ ഉത്സവത്തിന്റെ മഹിമ നമ്മളുമായി പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ആഷ്മി താജ് ഇബ്രാഹിം കുടിച്ചിരുന്നു. ആഷ്മി, ആവേശം അലതല്ലുന്ന പൂരക്കാഴ്ചകളുടെ കൂടുതൽ വിസ്മയങ്ങൾ എന്തൊക്കെയാണ്? വിസ്മയം ഇപ്പോ നമ്മൾ നിൽക്കുന്നത് തെക്കേ ഗോപുരം നടക്കി പുറത്തേക്കുള്ള ഒരു മനോഹരമായ കാഴ്ചക്കായാണ്. കഴിഞ്ഞ വർഷം കണ്ട കാഴ്ചയാണ്, അതിന് മുമ്പ് വർഷം കണ്ട കാഴ്ചയാണ്. പക്ഷേ ആ കാഴ്ച അത് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുരം നട പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ അവനെ നിന്ന് തുമ്പിക്കൈ ഉയർത്തി അവനെ കാണാൻ എത്തി നിൽക്കുന്നവരെ ഒരു അഭിവാദ്യം ചെയ്യുന്നൊരു മനോഹരമായ കാഴ്ചയുണ്ട്. ആ കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളെന്നല്ല ഇവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തവണത്തൊക്കെ പോലെ സാധാരണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പൂരനഗരി എന്ന് പറഞ്ഞാൽ ഈ രാമൻ വരുന്നിടത്തൊരു പൂരം എന്ന് പറയുന്ന മട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ നമ്മൾക്ക് ഇവിടുന്ന് അങ്ങ് റോഡ് വരെ കണ്ടെത്താത്ത ദൂരത്തോളം ആളുകൾ സാധാരണ ഉണ്ടാവുന്നതാണ്. ഇക്കുറി അതില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ രാമൻ വിസ്മയം. നേരത്തെ രാവിലെ ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു 62 വയസ്സുള്ള രാമനെ ഹാഷ്മി രാമേട്ടൻ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് രാമേട്ട എന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചു. പ്രായമുള്ള ആനയാണ്, അതിനെ ബഹുമാനിക്കണം. പ്രായം ഉണ്ടെങ്കിലും അതിന്റെ പ്രൗഢിക്കൊന്നും യാതൊരു കുറവില്ല. വലിയ തലയെടുപ്പിൽ വലിയ തലപ്പൊക്കത്തിൽ അങ്ങനെ നിൽക്കുന്ന ആനയെ കാണാൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ പൂരനഗരിയിലേക്ക് ഒരുപാട് പേർ വരുന്നുണ്ട്. ഇവിടെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അവിടുന്ന് ഈ പറഞ്ഞ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടം പേറ്റിക്കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ തന്നെ രാവിലെ 5 മണി മുതൽ 6 മണി, ഒരു 6-10 ആകുമ്പോഴാണ് രാമൻ സാധാരണ എത്തുക. 5 മണിയായപ്പോൾ തന്നെ അവിടെ രാമനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയെന്ന് ശ്രീ സുകുമാരൻ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന വഴിയിലൊക്കെ രാമനെ ഒരു നോക്ക് കാണാൻ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശ്രീമൂലസ്ഥാനത്തെ കയറിയിരിക്കുന്നു ചെമ്പൂക്കാവ് ഭഗവതി വഹിച്ചുള്ള രാമൻ അഥവാ രാമേട്ടൻ. അത് അല്പസമയത്തിനകം ഈ തെക്കേ ഗോപുരം നട തുറന്ന് പുറത്തേക്ക് വരാൻ പോകുന്ന കാഴ്ചകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരുപാട് പേർ കാത്തിരിക്കുന്നത്. ഒരുപാട് പേർ മൊബൈൽ ക്യാമറ ഉയർത്തി അല്ലാതെയും ഒക്കെ കാത്തിരിക്കുന്നു. കുറേയധികം കുട്ടികൾ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന പ്രത്യേക ഫാൻ ബേസ് ഉള്ള എല്ലാ ആനകൾക്കുമുണ്ട്. എറണാകുളം ശിവകുമാറിന് അവർക്കൊക്കെ പ്രത്യേക ഫാൻ ബേസ് ഉള്ള ആനകൾ തന്നെയാണെന്ന് പറഞ്ഞാൽ പോലും തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ഫാൻ ബേസ് അങ്ങനെയല്ല. അതൊരു വലിയ വൈകാരികമായ വീട്ടിലെ ഒരാൾ എന്ന മട്ടിലൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിനെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ കാണുന്ന ആളുകൾ, അതിനെ ആന എന്ന് വിളിക്കുന്നത് പോലും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് തങ്ങളുടെ സഹോദരൻ ഒക്കെ എന്ന മട്ടിൽ കാണുന്ന, കൂടപ്പുറപ്പായി കാണുന്ന കുറേയധികം വൈകാരികമായ മനുഷ്യരുള്ള സ്ഥലം കൂടിയാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ. എടാ, രാമൻ ആരാധനാണോ? രാമനെ കാണാൻ വേണ്ടി നിൽക്കണോ? രാമൻ ഇഷ്ടമാണോ? രാമൻ എന്താ വരാൻ പോവോ? രാമൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരാൻ പോവോ? രാമൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവും അല്ലേ? എത്രല്ല പഠിക്കുന്നത്? ഇനി 9-ലോട്ട്. ഓക്കേട്ടാ. അപ്പൊ എസ് കെ അതാണ് പറഞ്ഞത്. ചേട്ടാ നമസ്കാരം. തെച്ചിക്കോട്ട് വാ. അപ്പൊ അങ്ങനെ അതാ അവിടെ ഏത് സമയവും അവിടെ ഇങ്ങോട്ടേക്ക് വരാം. ചേട്ടാ രാമൻ വരുന്നോ? വരുവോ? ഇത്ര ആള് പോരാ, സത്യം പറഞ്ഞാൽ ഇത്രയും പോരാ. അതുകൊണ്ടോ രാമൻ കാണാൻ വേണ്ടി വരാൻ പോ. കുറേ കുഞ്ഞു കുട്ടികൾ വന്നിട്ട് ചോദിച്ചായിരുന്നു രാമൻ എപ്പോ വരും ചേട്ടാ എന്ന് ചോദിച്ചിട്ട് പോയായിരുന്നു. തീരെ പൊടിപ്പിള്ളേർ. അപ്പൊ അങ്ങനെ പ്രായഭേദം എന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വലിയ ഫാൻ ബേസ് ഉള്ള ആനയാണ്. ആന അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഈ പൂരത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഒന്നു തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാഴ്ച എന്ന് ഉറപ്പായും പറയാം. അത് പൂരവിളംബരത്തിന് ഈ പറയുന്ന തെക്കേ ഗോപുരം നട തള്ളി തുറന്ന് രാമൻ വന്നുകൊണ്ടിരുന്ന കാലത്താണെങ്കിലും അത് കഴിഞ്ഞ് വിവിധ ഭഗവതിമാരുടെ എഴുന്നള്ളത്തും വിവിധ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ വിവിധ ഘടകപൂരങ്ങളുടെ ഭാഗമായി രാമൻ വന്നാലും രാമൻ പൂരത്തിന് വരുന്നതല്ല, രാമൻ വരുന്നിടത്താണ് പൂരം എന്നൊരു ചൊല്ലുപോലും ഉണ്ട്. അത്തരത്തിൽ വലിയ ഫാൻ ബേസ് ഉള്ള ആന. അല്പസമയത്തിനകം അത് പുറത്തേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷ എല്ലാവരും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു. ഈ പറയുന്ന കയ്യിൽ മൊബൈൽ ഫോണും ക്യാമറയും ഒക്കെയായി രാമനെ ഒരു നോക്ക് കാണുക മാത്രമല്ല രാമനെ ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇവിടെ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. അതോടുകൂടി അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചവാദത്തിലേക്ക്, പിന്നെ ഇലഞ്ഞിത്ര മേളത്തിലേക്കൊക്കെ കടക്കുകയാണ് ഉച്ച കഴിയുമ്പോഴേക്കും മഠത്തിൽ വരും. പിന്നെ അത് കഴിയുമ്പോൾ കുടമാറ്റമുണ്ട്. കുടമാറ്റം പക്ഷേ 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരുപക്ഷെ കുടമാറ്റത്തിന്റെ ആ വലിയ വിസ്മയ കുടമാറ്റം ഇക്കുറി ഉണ്ടാകുമോ എന്ന കാര്യം അറിയില്ല. പക്ഷേ കുടമാറ്റമുണ്ട്. അത് 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കറക്റ്റ് 15 മിനിറ്റിൽ നിർത്തുക ഏത് രീതിയിലാണ് സാധ്യമാകും എന്ന കാര്യം അറിയില്ല. അത് കുറച്ചുകൂടി ഒരുപക്ഷെ നീണ്ടേക്കാം. ഇതൊക്കെ ഒരു വർഷത്തെ അധ്വാനമാണ്. ശരിയാണ്, ഒരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ മരിച്ച ആൾക്കാരും ആശുപത്രിയിൽ കിടക്കുന്ന ആൾക്കാരോടൊക്കെ ഇവിടുത്തെ ആൾക്ക് അങ്ങേയറ്റം വേദനയും സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഒറ്റ വർഷത്തെ വലിയ കഠിനാധ്വാനമാണ്. ഇപ്പൊ ഈ കുടകളൊക്കെ ഒരു പൂരം കഴിയുന്ന വെരി നെക്സ്റ്റ് തന്നെ അടുത്ത കുടമാറ്റത്തിന്റെ കുടകളുടെ പണിയൊക്കെ തുറന്നതാണ്. അതിൽ വലിയ
അത് വലിയ സർഗാത്മകവും അതിൽ വലിയ കഠിനാധ്വാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ കുടകളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പൂരനഗരിൽ തന്നെ പ്രദർശിപ്പിക്കുമെന്നാണ് സംഘാടകർ പറയുന്ന. അല്പസമയത്തിനകം തെച്ചിക്കോട്ടുകാവ് ഇറങ്ങുന്നു. 36 മണിക്കൂറാണ് തുടർച്ചയായി തൃശ്ശൂർ പൂരം അരങ്ങേറുക. തിരുവമ്പാടി, പാറമേക്കാവ് പുറമെ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്ന് പൂരങ്ങൾ അണിനിരക്കുന്നു. അല്പസമയത്തിനകം ഉച്ചയോടുകൂടി അല്പസമയത്തിനകം തന്നെ എന്തായാലും ഈ തെക്കുംകട മൈതാനം നിറഞ്ഞു കവിഞ്ഞു. ഇപ്പോൾ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മളിവിടെ വരുമ്പോൾ ചെറിയ ആളുകളും ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ രാമൻ വരുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നോക്കും. അവിടെ ശൂന്യമായി കിടന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കൂടുതൽ ആളുകൾ നിറയുന്ന ഒരു കാഴ്ച അവിടെയുണ്ട്. എത്ര വീട്ടിലിരുന്നാലും രാമൻ വരുന്നു എന്ന് കേട്ടാൽ രാമൻ ആരാധകർക്ക് ഇറങ്ങി വന്ന് ഒരു നോക്ക് രാമനെ കാണാതെ പോവാതിരിക്കാൻ രാമനാരാധന കഴിയില്ല. നമ്മൾ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ സത്യം ഇന്ന് ഈ തൃശ്ശൂരുകാരെ പറയുന്നത് ഇന്ന് വലിയ ചൂട് കുറവാണ്, ഇന്നത്തെ അത്ര ചൂടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ല ചൂട്, ഗംഭീരമായ ചൂട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർകാർക്ക് അത് ഇന്നത്തെ അപേക്ഷിച്ച് വലിയ ചൂട് കുറവാണെന്ന് പറയുന്നു. എന്തായാലും ആ ചൂടിനിടയിലും, ആ വലിയ ചൂടിനിടയിലും ഇവിടെ രാമനെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തിൽ ഇങ്ങോട്ടേക്ക് ആളുകൾ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ നേരത്തെ അവിടെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ഇവിടെ നിന്ന് തെക്കേ ഗോപുരനടയിൽ കൂടി ശ്രീമൂലസ്ഥാനത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെയും ആ സമയം അത്രയും, ആ താളമേളങ്ങളുടെ സമയം അത്രയും താളമേളങ്ങൾ ആസ്വദിച്ചുകൊണ്ട് പരിസരം മറന്നുകൊണ്ട് ആളുകൾ അവിടെ നിൽക്കുന്ന, അത് ആസ്വദിച്ച് നിൽക്കുന്ന കാഴ്ചയുണ്ട്. അത് പൂരത്തിന് മാത്രം കാഴ്ചയാണ്. പൂരത്തിന് അത്തരത്തിലുള്ള നമ്മൾ പരിസരം മറന്ന് കൈയെടുത്ത് തലയാട്ടിക്കൊണ്ട് ഈ പറയുന്ന താളം ആസ്വദിക്കുന്ന കാഴ്ച നമ്മൾ പലയാവർത്തി അത് പൂരനഗരിയുടെ മാത്രം കാഴ്ചയാണ്. തെച്ചിക്കോട്ടുകാവ് രാമൻ എപ്പോ വരും എന്നാണ് ചോദ്യം. രാമൻ എപ്പോ വരും? എത്തിയോ? ഉണ്ട്. എപ്പോ വരൂടാ? എപ്പോ ലേറ്റ് ആവോ? രാമൻ ഫാനാണോ? ഉറപ്പാണ്. നമസ്കാരം. എന്തുവാ ആരെ കാണാൻ നിൽക്കുവാ? രാമന് ഇഷ്ടമാണോ? രാമന് ഭയങ്കര ഇഷ്ടമാണോ? വരാൻ പോവാ. അപ്പോ കുഞ്ഞുങ്ങൾ നമുക്കാണല്ലോ രാമന് ഇഷ്ടമാണ്. രാമന് ഇഷ്ടത്തിന് പ്രായഭേദങ്ങളില്ല. അപ്പൊ എസ് കെ അല്പസമയത്ത് നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ അതിനകത്തോട്ട് കയറുകയാണ്. അല്പസമയത്തിനകം അങ്ങോട്ട് നമുക്ക് ഇവിടെ നിന്ന് ദൂരെ നിന്ന് ഒരു അത് ഒരുപക്ഷെ നമ്മൾ ഈ ടി വിയിൽ കൂടി മാത്രം കണ്ടാൽ എത്രത്തോളം നമ്മൾ എല്ലാ പൂരത്തിനും വരുമ്പോൾ പറയുന്ന ഒരു അപേക്ഷയാണ്. ഇക്കുറി എന്തായാലും ടി വിയിൽ കാണണം. പക്ഷേ ഏതെങ്കിലും ഒരു തവണ ഇതുവരെ പൂരം കാണാത്തവർ പൂരനഗരിയിലേക്ക് എത്തണം. ഇത് നേർക്കുനേർ കാണുന്ന ഒരു കാഴ്ച അതൊരു അസുലഭമായ, അസാധ്യമായ കാഴ്ചയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. അതിന്റെ അനുഭൂതി, അതിന്റെ ഒരു വിസ്മയം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ്. നേരിൽ കണ്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒന്നാണ് തൃശ്ശൂർ പൂരം. ഒരു മായാജാലമാണ്, ഒരു മഹാവിസ്മയമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ അതിൽ എസ് കെ വെയിൽ കടുക്കുന്നു, ചൂട് കടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ പൂരനഗരിയിൽ വെയിൽ ഒരു പ്രശ്നമായി പറയുന്നില്ല. ആൾക്കാർ പറയുന്നുണ്ട്. ആൾക്കാർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഉണ്ടായ ആൾക്കാരെ പറ്റിയും അതിന്റെ സങ്കടങ്ങൾ, അതിന്റെ വേദനകൾ ആൾക്കാർ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ക്ലൈമറ്റിക് കാലാവസ്ഥാ പ്രശ്നം, അത് മഴയാവട്ടെ, ചൂടാവട്ടെ, വെയിലാവട്ടെ, ഏതെങ്കിലും തരത്തിൽ പൂരത്തെ ബാധിക്കുന്ന പ്രശ്നം അക്കാര്യത്തിലില്ല. നമ്മൾ അക്ഷമയോടെ കാത്തിരിക്കുന്നത് ഇവിടെ തെക്കേ ഗോപുരനടയിൽ നിന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തേക്കിറങ്ങുന്ന അസുലഭമായ, വളരെ മനോഹരമായ ആ കാഴ്ചയ്ക്ക് തന്നെയാണ്. അതിന്റെ തലയെടുപ്പ് ഒക്കെ എല്ലാ കാലവും പറഞ്ഞു കേൾക്കുന്നതാണ് തെച്ചിക്കോട്ടുകാവ്. അത് രാമന്റെ വാഴ്ത്തുക്കൾ പറഞ്ഞാലും മതിയാവാത്ത വണ്ണം ഒരുപാട് പേർ രാമനെ വർണ്ണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.